ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മസൂദ് അസർ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ടെന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു. പാകിസ്ഥാനെ കോട്ടിയതുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ലോകം ഞെട്ടലാണ്. മസൂദ് അസർ കൊല്ലപ്പെട്ടിട്ടില്ല. ആർമി ആശുപത്രിയിൽ നിന്നും ഭവൽപൂർ ജെയ്ഷെ ക്യാമ്പിലേക്ക് മാറ്റിയതായാണ് ഏറ്റവും ഒടുവിൽ ജെയ്ഷെ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. CNN ന്യൂസ് 18 ചാനലാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് നേരത്തെ പുറത്തുവിട്ടത്. പാകിസ്ഥാനിലെ ഒരു സൈനിക ആശുപത്രിയിലാണ് മസൂദ് അസർ എന്നും ആരോഗ്യനില തീരെ മോശമായതിനാൽ ദിവസവും ഡയാലിസിസ് നടത്തുകയാണെന്നും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് മസൂദ് അസർ മരിച്ചിട്ടില്ല. വൃക്കകൾ തകരാറിലായതിനാൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് മസൂദ് അസർ. അസറിന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യെന്നും ചികിത്സയിലാണെന്നും പാക് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മസൂദ് അസർ ജീവനോടെ ഉണ്ട്. അൽ ഖ്വയ്ദ നേതാവായിരുന്ന ഒസാമ ബിൻ ലാദനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് മസൂദ് അസർ. 1993 മുതലാണ് ബിൻ ലാദനും അസറും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിൽ മസൂദ് അസർ മുന്നിട്ടിറങ്ങിയിരുന്നു. 1999 മസൂദ് അസറിനെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ഭീകരർ കണ്ടഹാറിൽ ഇന്ത്യൻ യാത്രാ വിമാനം വരെ റാഞ്ചിയത്. യാത്രക്കാരുടെ ജീവൻ വെച്ച് വിലപേശിയപ്പോൾ മസൂദ് അസറിനെയും ഒപ്പം 2 ഭീകരരെയും അന്നത്തെ വാജ്പേയി സർക്കാരിന് മോചിപ്പിക്കേണ്ടി വന്നതും വലിയ വാർത്തകൾ തന്നെയായിരുന്നു. ഇന്നും കഴിഞ്ഞ ഫെബ്രുവരി 14 പുൽവാമയിൽ 40 CRPF ജവാന്മാർക്ക് നേരെ ചാവേർ ആക്രമണം നടത്തിയതിന് പിന്നിലും ജെയ്ഷെ മുഹമ്മദാണ്. പത്താൻകോട്ട് ആക്രമണത്തിന്റെ പിന്നിലും മസൂദ് അസറാണെന്ന് കാണിച്ച് ഇന്ത്യയുടെ ദേശീയ ഏജൻസി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചൈന ഇന്ത്യയുടെ ആവശ്യത്തെ നിരന്തരം എതിർക്കുകയായിരുന്നു. ഏതായാലും ഏറ്റവും ഒടുവിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മസൂദ് അസർ ലോകത്തെ കിടുകിട വിറപ്പിച്ച, ലോകത്തിന്റെ തന്നെ നോട്ടപ്പുള്ളിയായ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ മസൂദ് അസർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഈ ഭൂമിയിൽ തന്നെ അവശേഷിക്കുന്നു. നേരത്തെ ഇന്ത്യ പുൽവാമയ്ക്ക് തിരിച്ചടിയായി ബാലാകോട്ട് നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ ക്യാമ്പുകൾ തകർന്നപ്പോൾ അന്ന് മസൂദിന്റെ പേര് കേട്ടില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിലായി മസൂദ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ അതെല്ലാം തെറ്റാണ്. മസൂദ് അസർ ജീവനോടെ തന്നെയുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല. ആർമി ആശുപത്രിയിൽ നിന്നും ഭവൽപൂർ ജെയ്ഷെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നതായി ജെയ്ഷെ വക്താവ് മസൂദിനോട് കുടുംബത്തോട് അടുത്ത ബന്ധമുള്ളവർ തന്നെ വ്യക്തമാക്കുമ്പോൾ അത് തന്നെയാണ് പാക് മാധ്യമങ്ങൾ ഇപ്പോൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ കോട്ട് ചെയ്യുന്നു. അതായത് മസൂദ് അസർ സുരക്ഷിതനായി പാകിസ്ഥാന്റെ സൈനിക ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ജെയ്ഷെ ക്യാമ്പിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. ഈ പറയപ്പെടുന്നത് പോലെയുള്ള ഒരവസ്ഥയും മസൂദ് അസറിനില്ല. അതേസമയം വൃക്കകൾ തകരാറിലാണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും ആകാത്ത ഗുരുതരമായ സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് മസൂദ് അസർ കടന്നു പോകുന്നത്. ഏതായാലും ചികിത്സയിൽ ഇരിക്കെ തന്നെ പാക് ആശുപത്രിയിൽ നിന്നും സൈനിക ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ കൂടുതൽ സുരക്ഷിതരാക്കാൻ വേണ്ടി ജെയ്ഷെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. ഏതായാലും ഒരു ദുരൂഹത ഇതിന് പിന്നിലുണ്ട്. മസൂദ് അസറിന്റെ ഈ ഒരു മരണം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണോ? അതായത് അങ്ങനെ ഒരു അഭ്യൂഹം പരത്തിക്കൊണ്ട് മസൂദിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ, അതായത് ഇന്ത്യയുടെ ലക്ഷ്യം ജെയ്ഷെ ക്യാമ്പുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ തിരിച്ചടിയിൽ ജെയ്ഷെ ക്യാമ്പുകൾ തന്നെയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തത്. വരും ദിവസങ്ങളിലും ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് കൃത്യമായി പാകിസ്ഥാൻ അറിയാം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മസൂദ് അസറിനെ സുരക്ഷിതനാക്കാൻ പാകിസ്ഥാൻ തന്നെ നടത്തുന്ന ശ്രമങ്ങൾ സൈനിക ആശുപത്രിയിൽ നിന്നും ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ ഉണ്ടാക്കും. നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചും. കാരണം മസൂദ് അസറിനെ എങ്ങനെയും പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് മുൻപിലുള്ള വലിയ വെല്ലുവിളി. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് മസൂദിന് ഇതുവരെ കൊടുത്തിരുന്ന ഒരു സേവനങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈനിക ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ജെയ്ഷെ ക്യാമ്പിലേക്ക് സുരക്ഷിതനായി മാറ്റിയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ ഈ ഒരു വാർത്തയുടെ പുറകെ തന്നെയായിരിക്കും ലോക മാധ്യമങ്ങളും രാജ്യാന്തര മാധ്യമങ്ങളും.